സർവചൈതന്യരൂപാം താമാദ്യാം വിദ്യാം ച ധീമഹി ബുദ്ധിം യാ ന പ്രചോദയാത്. ശ്രീ മഹാദേവീ നമഃ. ലളിതോപാഖ്യാനം 8-ാം അധ്യായം. ലളിതാസ്തവം. ജയദേവി ജഗന്മാതർ ജയദേവി പരാത്പരേ ജയ കല്യാണനിലയേ ജയ കാമകലാത്മികേ ജയ കാമേശവാമാക്ഷി ജയ കാമാക്ഷി സുന്ദരി ജയാഖിലസുരാരാധ്യേ ജയ കാമേശി കാമദേ ജയ ബ്രഹ്മമയേ ദേവി ബ്രഹ്മാനന്ദരസാത്മികേ ജയ നാരായണി പരേ നന്ദിതാശേഷവിഷ്ടപേ ജയ ശ്രീകണ്ഠദയിതേ ജയ ശ്രീലളിതാംബികേ ജയ ശ്രീവിജയേ ദേവി വിജയ ശ്രീസമൃദ്ധിതേ. ജാതസ്യ ജായമാനസ്യ ചേഷ്ടാപൂർത്തസ്യ ഹേതവേ നമസ്തസ്യൈ ത്രിജഗതാം പാലയിത്രീ നമോ നമഃ. കലാമുഹൂർത്തകാഷ്ടാഹർമാസ സംവത്സരാത്മനെ നമ സഹസ്രശീർഷായൈ സഹസ്രമുഖലോചനെ നമഃ സഹസ്ര ഹസ്താബ്ജപാദപങ്കജശോഭിതേ അണോരണുതരേ ദേവി മഹതോപി മഹീയസി. പരാത്പരതരേ മാതസ്തേജസ്ത്വം തേജസാമപി അതലം തു ഭവേത് പാദൗ വിതലം ജാനുനീ തവ രസാതലം കടീദേശ കുക്ഷിസ്തേ ധരണീ ഭവേത് ഹൃദയം തു ഭുവർലോക സ്വസ്തേ മുഖമുദാഹൃതം. ദൃശശ്ചന്ദ്രാർക്കദഹന ദിശസ്തേ ബാഹവോംബികേ മരുതസ്തേ തനൂച്ഛ്വാസ വാജസ്തേ ശ്രുതയോഖില. ക്രീഡാതേ ലോകരചന സഖാതേ ചിന്മയ ശിവ ആഹാരസ്തേ സദാനന്ദോ വാസസ്തേ ഹൃദയം സദാം. ദൃശ്യാദൃശ്യസ്വരൂപാണി രൂപാണി ഭുവനാനി തേ ശിരോരുഹാ നമസ്തേ തു താരകാ കുസുമാനി തേ. ധർമാദ്യാ ബാഹവസ്തേ സ്യു അധർമാദ്യായുധാനി തേ യമാശ്ച നിയമാശ്ചൈവ കരപാദരുഹാസ്തഥാ. സ്തനൗ സ്വാഹാ സ്വധാകാരൗ ലോകോജ്ജീവനകാരകൗ പ്രാണായാമസ്തു തേ നാസാ രസനാ തേ സരസ്വതി. പ്രത്യാഹാരസ്ത്വിന്ദ്രിയാണി ധ്യാനം തേ ധീസ്തൃടാസനം മനസ്തേ ധാരണാശക്തിർ ഹൃദയം തേ സമാധികാ. മഹീരുഹാസ്തേ അംഗരുഹാ പ്രഭാതം വസനം തവ ഭൂതം ഭവ്യം ഭവിഷ്യശ്ച നിത്യം ച തവ വിഗ്രഹം. യജ്ഞരൂപാ ജഗദ്ധാത്രി വിഷ്ണുരൂപാ ച പാവനി ആധാരം ത്വാം പ്രപശ്യന്തി ന സമ്യക് നിഖിലാ പ്രജാ.
ഹൃദയസ്ഥാപി ലോകാനാം അദൃശ്യ മോഹനാത്മിക നാമരൂപവിഭാഗം ച യാ കരോതി സ്വലീലയാ താന്യധിഷ്ഠായ തിഷ്ഠന്തി തേഷ്വസക്താ ച കാമദാ നമസ്തസ്യൈ മഹാദേവ്യൈ സർവശക്തി നമോ നമഃ. യാ ദേവി പരമാശക്തി പരബ്രഹ്മവിധായിനി ബ്രഹ്മാനന്ദാഭിധാനായൈ തസ്യൈ ദേവ്യൈ നമോ നമഃ. യദാജ്ഞയാ പ്രവർത്തന്തെ വഹ്നി സൂര്യേന്ദുമാരുതാഃ പൃഥിവ്യാദീനി ഭൂതാനി തസ്യൈ ദേവ്യൈ നമോ നമഃ. യാ സസർജ വിധാതാരം സർഗാദാവാദിഭൂരിയം ദധാര സ്വയമേവൈകാ തസ്യൈ ദേവ്യൈ നമോ നമഃ. യയാ ധൃതാ തു ധരണി യയാകാശാദ്യമേയയാ യസ്യാമുദേതി സവിതാ തസ്യൈ ദേവ്യൈ നമോ നമഃ. യദന്തരസ്ഥം ത്രിദിവം യദാധാരോന്തരിക്ഷക യന്മയശ്ചാഖിലോ ലോക തസ്യൈ ദേവ്യൈ നമോ നമഃ. യത്രോദേതി ജഗൽകൃഷ്ണം യത്ര തിഷ്ഠതി നിർഭരം യത്രാന്തമേതി കാലേ തു തസ്യൈ ദേവ്യൈ നമോ നമഃ. നമോ നമസ്തേ രജസോ ഭവായൈ നമോ നമഃ സാത്വിക സംസ്ഥിതായൈ നമോ നമസ്തേ തമസോ ഹരായൈ നമോ നമോ നിർഗുണദ ശിവായൈ നമോ നമസ്തേ ജഗദേകമാത്രേ നമോ നമസ്തേ ജഗദേകപിത്രേ നമോ നമസ്തേഖിലതന്ത്രരൂപേ നമോ നമസ്തേഖിലയജ്ഞരൂപേ നമോ നമോ ലോകഗുരുപ്രധാനേ നമോ നമസ്തേഖില വാഗ്വിഭൂത്यै നമോസ്തു ലക്ഷ്മീ ജഗദേകതുഷ്ട്यै നമോ നമഃ ശാംഭവി സർവശക്തിयै. അനാദിമധ്യാന്തമപാഞ്ചഭൗതികം ഹ്യവാങ്മനോഗമ്യമതർക്യവൈഭവം അരൂപമദ്വന്ദ്വമദൃഷ്ടിഗോചരം പ്രഭാവമഗ്ര്യം കഥമംബ വർണ്യത്തെ. പ്രസീദ വിശ്വേശ്വരി വിശ്വവന്ദിതേ പ്രസീദ വിശ്വേശ്വരി വേദരൂപിണി പ്രസീദ മായാമയി മന്ത്രവിഗ്രഹേ പ്രസീദ സർവേശ്വരി സർവരൂപിണി പ്രസീദ വിശ്വേശ്വരി വിശ്വവന്ദിതേ പ്രസീദ വിശ്വേശ്വരി വേദരൂപിണി പ്രസീദ മായാമയി മന്ത്രവിഗ്രഹേ പ്രസീദ സർവേശ്വരി സർവരൂപിണി. നമസ്കാരം. ലളിതോപാഖ്യാനം 8ാമത് അധ്യായത്തിലെ ലളിതാ സ്തവരാജം എന്നറിയപ്പെടുന്നതായ ഒരു സ്തോത്രം. ദേവന്മാർ ലളിതാ പരമേശ്വരിയെ സ്തുതിച്ചതായ ഈ ഒരു സ്തോത്രത്തെയാണ് വർണ്ണിക്കുന്നത്. ജയദേവി ജഗന്മാതർ ജയദേവി പരാത്പരേ ജയ കല്യാണനിലയേ ജയ കാമകലാത്മികേ. അല്ലയോ ലോകമാതാവായ ദേവി, അവിടുന്ന് ജയിച്ചാലും അവിടുന്ന് പരാത്പരയാണ്, പരത്തിനും പരയായവൾ.
പര എന്ന ശബ്ദം കൊണ്ട് ബ്രഹ്മാവിൻ്റെ ആയുർദൈർഘ്യത്തിനെ സൂചിപ്പിക്കുന്നു. അതിനെയും അതിക്രമിച്ച് വർത്തിക്കുന്ന ആദ്യന്തവിഹീനയായ ദേവി ജയിച്ചാലും ദേവി കല്യാണ നിലയാണ്, എല്ലാ മംഗളങ്ങൾക്കും ആസ്പദയാണ്, കാമകലാത്മികയാണ്, കാമകലയ അഥവാ കാമകലകളാകുന്ന ആത്മാവോട് കൂടിയവനാണ്. എല്ലാവർക്കും ആശ്രയവും സാന്ത്വനവും അമ്മയാണ്. തെറ്റുകളും കുറ്റങ്ങളുമെല്ലാം പൊറുക്കാനുള്ള വാത്സല്യഭരിതമായ മനസ്സ് അമ്മയ്ക്ക് മാത്രമേ ഉള്ളൂ. കുപുത്രോ ജായേത കുമാത ന ഭവതി എന്ന ആചാര്യമതം അനുസരിച്ച് ഇവിടെ ദേവന്മാർ ദേവിയെ ആദ്യം തന്നെ ജഗന്മാതാവാണ് എന്ന് അഭിസംബോധന ചെയ്യുന്നു. ഘടാസുരന്റെ സൈന്യങ്ങൾ ഇന്ദ്രന്റെയും മറ്റു ദേവന്മാരുടെയും തപസ് മുടക്കുവാനെത്തിയപ്പോൾ ആ ദേവന്മാർക്കു ചുറ്റും അലംഘ്യമായ ഉജ്ജ്വലമായ ഒരു മായാപ്രാകാരം നിർമ്മിച്ച് അവരെ രക്ഷിച്ചത് ദേവിയുടെ ആ മാതൃത്വ പ്രവണതയെയാണ് വ്യക്തമാക്കുന്നത്. ലളിതാ സഹസ്രനാമത്തിൽ പോലും ആദ്യനാമം ശ്രീമാത്രേ നമഃ. ജയ കാമേശ വാമാക്ഷി ജയ കാമാക്ഷി സുന്ദരി ജയാഖില സുരാരാധ്യേ ജയ കാമേശ്വരി ജയ കാമേശി കാമതേ. കാമേശൻ രാജരാജേശ്വരൻ തന്നെയാണ്, ആ ശ്രീശങ്കരനാണ്, ഇവിടുത്തെ പ്രാണവല്ലഭയാണ് ദേവി. കമനീയങ്ങളായ നേത്രങ്ങളോടുകൂടിയവളാണ് ദേവി. ത്രിപുരസുന്ദരിയാണ്, എല്ലാ ദേവന്മാരാലും ആരാധിക്കപ്പെടുന്നവളാണ്. കാമദേവനും ഈശ്വരിയാണ്. കാമദേവനും ഈ ത്രിപുരസുന്ദരിയുടെ ഉപാസകനാണ്. കാമനെ അതിശയിപ്പിക്കുന്നതായ സൗന്ദര്യത്തോടുകൂടിയാണ് ദേവി. ആരാണോ അവിടുത്തെ ഉപാസിക്കുന്നത് അവർക്ക് ആ കാമത്തെ നിയന്ത്രിച്ചുകൊണ്ട് മനഃശുദ്ധിയെ പ്രദാനം ചെയ്യുന്ന ആളാണ്. ജയ ബ്രഹ്മമയേ ദേവി ബ്രഹ്മാനന്ദരസാത്മികേ ജയ നാരായണി പരേ നന്ദിതാശേഷ വിഷ്ടപേ ജയ ശ്രീകണ്ഠദൈതേ ജയ ശ്രീലളിതാംബികേ ജയ ശ്രീ വിജയേ ദേവി വിജയശ്രീ സമൃദ്ധിതേ. അവിടുന്ന് ബ്രഹ്മമയയാണ്. ബ്രഹ്മാവ് മുതൽ സദാശിവൻ വരെയുള്ള പഞ്ചബ്രഹ്മ മഞ്ചാധിശായിനിയാണ്. ആ പഞ്ചബ്രഹ്മങ്ങൾ ഏതെന്നും ഒക്കെ ലളിതാ സഹസ്രനാമത്തിൽ കാണാൻ കഴിയും. ബ്രഹ്മാനന്ദ രസമാകുന്ന ആത്മാവോടുകൂടി ചിതേകരസരൂപിണി ബ്രഹ്മാദ്യാനന്ദസന്നതി ബ്രഹ്മാത്മൈക്യ സ്വരൂപിണി നാരായണി. നാരായണന് ആശ്രയമായിട്ട് അല്ലെങ്കിൽ നാരായണനെ സംബന്ധിക്കുന്നത്. നാരങ്ങൾക്ക് ആശ്രയമായതുകൊണ്ടാണ് ആ ഭഗവാന് നാരായണൻ എന്ന പേര് വന്നത്. നാരങ്ങൾ അഥവാ ജീവജാലങ്ങൾ, ജീവന് ആശ്രയമായിട്ടുള്ളത്. പരേ വാക്കിൻ്റെ കാരണബിന്ദു രൂപയാണ്. വാക്കിന് പര, പശ്യന്തി, മധ്യമ, വൈഖരി എന്നിങ്ങനെ പല ഭേദങ്ങളുണ്ട്. ശ്രീകണ്ഠൻ എന്ന് ശ്രീപരമേശ്വരൻ്റെ നാമമാണ്. ജയ ശ്രീകണ്ഠദൈതേ. വിഷം, ആ വിഷത്തെ കണ്ഠത്തിൽ ചേർത്തു വച്ചിരിക്കുന്നത് കൊണ്ടാണ്
ഭഗവാന് ശ്രീകണ്ഠൻ എന്ന പേര്. ആ ശിവപത്നിയാണ്, ശ്രീകണ്ഠ അർത്ഥശരീരിണിയാണ്, ശിവപ്രിയയാണ്, ശക്തൈക്യരൂപിണിയാണ്. അവിടുന്ന് ലളിതയാണ്, ലളിതാംബികയാണ്. ലോകങ്ങളെ അതിക്രമിച്ച് ലളിതം ചെയ്യുന്ന, വിജയത്തെയും ഐശ്വര്യത്തെയും പ്രദാനം ചെയ്യുന്നവളാണ്. ജാതസ്യ ജായമാനസ്യ ചേഷ്ടാപൂർത്തസ്യ ഹേതവേ നമസ്തസ്യൈ ത്രിജഗതാം പാലയിത്രിയേ നമോ നമഃ. കലാമുഹൂർത്തകാഷ്ടാർഹ മാസസംവത്സരാത്മനെ നമ സഹസ്രശീർഷായൈ സഹസ്രമുഖലോചനെ. ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇഷ്ടയജ്ഞങ്ങൾ, ഇഷ്ടപൂർത്തങ്ങൾ എന്ന് പറഞ്ഞാൽ യജ്ഞകർമ്മങ്ങൾ. ഇഷ്ടം ദേവാലയം നിർമ്മിക്കുക, ഉദ്യാനം നിർമ്മിക്കുക, കിണർ ഉണ്ടാക്കുക, നിർമ്മിക്കുക, തടാകങ്ങൾ നിർമ്മിക്കുക, ഇതൊക്കെ പൂർത്തകർമ്മങ്ങളാണ്. ഇവയ്ക്കെല്ലാം കാരണമായിട്ടുള്ള 3 ലോകങ്ങൾക്കും രക്ഷാകർത്തൃയായിരിക്കുന്ന ദേവിക്ക് നമസ്കാരം. അസംഖ്യം മുഖങ്ങളും അനേകം നേത്രങ്ങളും ഉള്ള ദേവി കാലത്തിൻ്റെ വ്യത്യസ്ത അളവുകൾ, വ്യത്യസ്ത രൂപങ്ങൾ, കല, മുഹൂർത്തം, കാഷ്ട, അഹസ് അഥവാ പകൽ, മാസം, സംവത്സരം, ഈ വിഭജിത കാലരൂപങ്ങളെല്ലാം ദേവിയുടെ തന്നെ ഭാഗമാണ്. ആ ആത്മാവോടുകൂടി കാലസ്വരൂപിണിയായി നമസഹസ്ര ഹസ്താബ്ജ പാദപങ്കജ ശോഭിതേ അണോരണുതരേ ദേവി മഹതോപി മഹീയസി പരാത്പരതരേ മാത തേജസ്ത്വം തേജസാമസി അതലം തു ഭവത്പാദൗ വിതലം ജാനുനീതവ രസാതലം കടീദേശ കുക്ഷിസ്തേ ധരണീ ഭവേ ഹൃദയം തു ഭുവർലോക സ്വസ്തേ മുഖം ഉദാഹൃതം. താമര പോലെ മനോഹരമായ കൈകാലുകളോടുകൂടി ശോഭിക്കുന്നതും അണുവിനേക്കാൾ ചെറുതും ഏറ്റവും വലിയത് ആയിട്ടുള്ളതിൽ വെച്ച് അതിലും വലുതുമായിരിക്കുന്ന അവിടത്തേക്ക് നമസ്കാരം. വിരാട് സ്വരൂപമായി വർണ്ണിക്കുമ്പോൾ അതലം ദേവിയുടെ പാദങ്ങൾ, വിതലം കാൽമുട്ടുകൾ, രസാതലം ദേവിയുടെ അരക്കെട്ട്, ഭൂലോകം ഉദരം, ഭുവർലോകം ഹൃദയം, സ്വർലോകം മുഖം. ദൃശശ്ചന്ദ്രാർക്കദഹനാദിശസ്തേ ബാഹവോംബികേ മരുതസ്തേ തനുച്ഛ്വാസ വാചസ്തേ ശ്രുതയോഖില ക്രീഡാതേ ലോകരചന സഖാതേ ചിന്മയ ശിവ ആഹാരസ്തേ ചിദാനന്ദോ വാസസ്തേ ഹൃദയം സദാം. ചന്ദ്രനും സൂര്യനും അഗ്നിയും അംബികയുടെ നേത്രങ്ങളാണ്, ദിക്കുകൾ കൈകളാണ്, പ്രാണാപാനങ്ങൾ പ്രാണങ്ങൾ ദേഹത്തിലെ ആ വിരാട് സ്വരൂപിണിയുടെ ശ്വാസവായുക്കളാണ്. ലോകത്തെ സൃഷ്ടി, ലോകങ്ങളുടെ സൃഷ്ടി അവിടുത്തെ ക്രീഡയാണ്. ആ ശ്രീപരമേശ്വരൻ അവിടുത്തെ സഖാവാണ്. അവിടുത്തെ ആഹാരം ചിദാനന്ദമാണ്. ദേവി സജ്ജനങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുന്നു. ദൃശ്യാദൃശ്യസ്വരൂപാണി രൂപാണി ഭുവനാനി തേ ശിരോരുഹ നഭസ്തേതു താരക കുസുമാനി തേ ധർമാദ്യാ ബാഹവസ്തേ സ്യു അധർമാദ്യ ആയുധാനി തേ യമാശ്ച നിയമാശ്ചൈവ കരപാദരുഹാസ്തഥാ തഥാ. കാണാവുന്നതും കാണാൻ പറ്റാത്തതുമായ ലോകങ്ങൾ അവിടുത്തെ രൂപങ്ങളാണ്. ആകാശം അവിടുത്തെ കേശഭാരം. ആ തലമുടിയിൽ ചൂടിയ പുഷ്പങ്ങളാണ് നക്ഷത്രങ്ങൾ. അതുകൊണ്ടാണ് ദേവിക്ക് വ്യോമകേശി എന്നൊക്കെ ലളിതാ സഹസ്രനാമത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. കൈകൾ
ധർമാദികൾ, ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, പുരുഷാർത്ഥങ്ങളാണ് 4 കൈകൾ. ആയുധങ്ങൾ അധർമാദികളാണ്. കൈകാലുകളിലെ നഖങ്ങൾ യമനിയമങ്ങളാണ്. സ്തനവും സ്വാഹാസുധാകാരവും ലോകോജ്ജീവനകാരകവും പ്രാണായാമസ്തുതേ നാസാരസനാതേ സരസ്വതി. സ്വാഹ, സ്വധ എന്നീ രൂപങ്ങളിലുള്ള അവിടുത്തെ സ്തനങ്ങൾ ലോകത്തിന് ഉജ്ജീവനം വരുത്തുന്നവയാണ്. പ്രത്യാഹാരസ്ത്വിന്ദ്രിയാണി ധ്യാനം തേ ധീ ദൃഢാസനം. മനസ്തേ ധാരണാശക്തിർ ഹൃദയം തേ സമാധിക. മഹീരുഹാസ്തേ അംഗരുഹ പ്രഭാതം വസനം തവ. ഭൂതം ഭവത് ഭവിഷ്യച്ച നിത്യം ച തവ വിഗ്രഹം. പ്രത്യാഹാരം ദേവിയുടെ ഇന്ദ്രിയങ്ങൾ, ധ്യാനം ബുദ്ധിയാണ്. ധാരണാശക്തി അത് മനസ്സാണ്. സമാധി അവിടുത്തെ ഹൃദയമാണ്. വൃക്ഷങ്ങൾ ദേവിയുടെ ദേഹത്തിലെ രോമകൂപങ്ങളാണ്. പ്രഭാതം വസ്ത്രമാണ്. കാലഭേദം ബാധിക്കാതെ ശാശ്വതമായിരിക്കുന്ന എല്ലാ വസ്തുക്കളും അങ്ങയുടെ വിഗ്രഹമാണ്. യജ്ഞരൂപ ജഗദ്ധാത്രി വിശ്വഗ്രൂപ ച പാവനി. ആധാരം ത്വാം പ്രപശ്യന്തി ന സമ്യക് നിഖിലാ പ്രജാഃ. ഹൃദയസ്ഥാപി ലോകാനാം അദൃശ്യ മോഹനാത്മിക. നാപരൂപ വിഭാഗഞ്ച യാ കരോതി സ്വലീലയാ. താന്യധിഷ്ഠായ തിഷ്ഠന്തി തേഷു അസക്താ ച കാമദ. നമസ്തസ്യൈ മഹാദേവ്യൈ സർവശക്തിയൈ നമോ നമഃ. ദേവി യജ്ഞസ്വരൂപിണിയാണ്, ലോകപാലകയാണ്, വിശ്വരൂപയുമാണ്, ശുദ്ധീകരണ സമർത്ഥയുമാണ്. എന്നാൽ സർവാധാരയായിട്ടുള്ള ദേവിയെ എല്ലാവരും ഒരേപോലെ കാണുന്നില്ല. ഇനി ഈ പറഞ്ഞ നാമങ്ങൾ ലളിതാ സഹസ്രനാമത്തിലേക്ക് കടക്കുമ്പോൾ അവിടെ നമുക്ക് കാണാം വിശ്വരൂപ, വിശ്വാധിക, വിശ്വഗർഭ, വിശ്വധാരിണി, അതൊക്കെ വരാൻ പോകുന്നതാണ്. ആ മഹാദേവിക്കായി നമസ്കാരം. യാ ദേവി പരമാശക്തി പരബ്രഹ്മാഭിധായിനി ബ്രഹ്മാനന്ദാത് അഭിധാനായി തസ്യൈ ദേവീ നമോ നമഃ. യദാജ്ഞയാ പ്രവർത്തന്തെ വഹ്നിസൂര്യേന്ദുമാരുത പൃഥിവ്യാദീനി ഭൂതാനി തസ്യൈ ദേവ്യൈ നമോ നമഃ. അഗ്നി, സൂര്യൻ, ചന്ദ്രൻ, ഭൂമി ഇവയെല്ലാം തന്നെ പഞ്ചഭൂതങ്ങളും സൂര്യചന്ദ്രാദികളും ഏതൊരു പരാശക്തിയുടെ പ്രഭാവം കൊണ്ട്, ആജ്ഞ കൊണ്ട് പ്രവർത്തിക്കുന്നുവോ ആ ദേവിയെ നമസ്കരിക്കുന്നു. പഞ്ചഭൂതങ്ങൾ ദേവിയുടെ കയ്യിലെ പുഷ്പബാണങ്ങളാണ്. യാ ധൃതാതുധരണി യാകാശാദ്യമേയ യസ്യാമുപേതി സവിത തസ്യൈ ദേവീ നമോ നമഃ. യദന്തരസ്ഥം ത്രിദിവം യദാധാരോന്തരിക്ഷക യന്മയശ്ചാഖിലോ ലോക തസ്യൈ ദേവീ നമോ നമഃ. യത്രോദേതി ജഗൽകൃഷ്ണം യത്ര തിഷ്ഠതി നിർഭരം യത്രാന്തമേതി കാലേതു തസ്യൈ ദേവീ നമോ നമഃ. ഏതൊരു പരാശക്തിയിലാണോ ലോകം മുഴുവനും ഉദ്ഭവിച്ച് അത് നിലനിന്ന് ലയിക്കുന്നത് ആ ദേവിയെ നമസ്കരിക്കുന്നു. ഈയൊരു ക്രിയയും ലളിതാ സഹസ്രനാമത്തിൽ വരാൻ പോകുന്നുണ്ട്. ഉന്മേഷ നിമിഷോത്പന്ന വിപന്ന ഭുവനാവലി. നമോ നമസ്തേ രജസോ ഭവായൈ നമോ നമഃ സാത്വികതസ്ഥിതായൈ നമോ നമസ്തേ തമസോ ഹരായൈ നമോ നമോ നിർഗുണത ശിവായൈ നമോ നമസ്തേ ജഗദേകമാത്രേ നമോ നമസ്തേ ജഗദേകപിത്രേ
നമോ നമസ്തേ അഖിലതന്ത്രരൂപേ നമോ നമസ്തേ അഖിലയന്ത്രരൂപേ നമോ നമോ ലോകഗുരുപ്രധാനേ നമോ നമസ്തേ അഖിലവാഗ്വിഭൂത്यै നമോസ്തു ലക്ഷ്മീ ജഗദേകതുഷ്ട്यै നമോ നമ ശാംഭവി സർവശക്തി. രജോഗുണം കൊണ്ട് ബ്രഹ്മസ്വരൂപിണിയായി, സത്വഗുണത്താൽ വിഷ്ണു സ്വരൂപിണിയായി, തമോ ഗുണം കൊണ്ട് രുദ്രരൂപിണിയായും നിർഗുണാവസ്ഥയാൽ ശിവാരൂപിണിയായിട്ടും വർത്തിക്കുന്ന ദേവിയെ നമസ്കരിക്കുന്നു. ലോകത്തിൻ്റെ ഏകമാതാവാണ്, പിതാവാണ്, സർവതന്ത്രസ്വരൂപിണിയാണ്, സർവയന്ത്രസ്വരൂപിണിയും തന്ത്രസ്വരൂപിണിയുമാണ്. ഈ നാമങ്ങളും ലളിതാ സഹസ്രനാമത്തിൽ ഇനി നമുക്ക് വിസ്തരിച്ച് കേൾക്കാനുള്ളതാണ്. ലോകത്തിൻ്റെ പരാപര ഗുരുവായി, എല്ലാ വാക്കുകളുടെയും ദേവതയായ വാഗീശ്വരിയായി, തുഷ്ടി രൂപിണിയായിട്ട് ലക്ഷ്മി ഭഗവതിയായിട്ടും വർത്തിക്കുന്ന ദേവി, അവിടുത്തേക്ക് നമസ്കാരം. അനാദിമധ്യാന്ത അപാഞ്ചഭൗതികം ഹ്യുവാങ്മനോഗമ്യമതർക്യ വൈഭവം അരൂപമദ്വന്ദ്വമദൃഷ്ടിഗോചരം പ്രഭാവമഗ്ര്യം കഥമംബവർണ്യതേ. പ്രസീദ വിശ്വേശ്വരി വിശ്വവന്ദിതേ പ്രസീദ വിശ്വേശ്വരി വേദരൂപിണി പ്രസീദ മായാമയി മന്ത്രവിഗ്രഹേ പ്രസീദ സർവേശ്വരി സർവരൂപിണി. ആദിമധ്യാന്തരഹിതമായി പഞ്ചഭൂത സംബന്ധമില്ലാതെ, മനോവാക്കുകൾക്ക് വിഷയമല്ലാതെ, ഊഹിക്കാൻ കഴിയാത്ത വൈഭവത്തോടുകൂടി, രൂപം എങ്ങനെയെന്ന് കൽപ്പിക്കാൻ പറ്റാതെ, അദ്വൈതമായി, ദൃഷ്ടി വിഷയമല്ലാതെ വർദ്ധിക്കുന്ന ദേവിയുടെ പ്രഭാവം എന്താണ് എന്ന് ആർക്കാണ് വർണ്ണിക്കാൻ കഴിയുക? അല്ലെ? അതുകൊണ്ട് ഹേ വിശ്വേശ്വരി, ഭുവനേശ്വരിയായ വേദസ്വരൂപിണിയായ മായാമയിയായിട്ടുള്ള സർവേശ്വരി, അവിടുന്ന് പ്രസാദിച്ചാലും 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 പ്രസീദ 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 എന്നിങ്ങനെ ആവർത്തിച്ച് സ്തുതിച്ച് നമസ്കരിച്ചുകൊണ്ട് ദേവിയെ ശരണം പ്രാപിച്ചു. ദേവി ആ ഇന്ദ്രന് വരം നൽകുകയാണ്. അവിടുന്ന് പ്രസന്നയായി എങ്കിൽ ആ അസുരരാജാവായിട്ടുള്ള ഭണ്ഡാസുരനാൽ വല്ലാതെ ക്ലേശം ഞങ്ങൾ അനുഭവിക്കുന്നു, ഞങ്ങൾ ദേവിയെ ശരണം പ്രാപിക്കുന്നു. അവരുടെ സങ്കടം കേട്ട് ദേവി പറയുകയാണ്, അഹമേവ വിനിർജിത്യ ഭണ്ഡം ദൈത്യകുലേശ്വരം അചിരാത് തവ ദാസ്യാമി ത്രൈലോക്യം സചരാചരം. ആ ഭണ്ഡാസുരനെ ജയിച്ച് അധികം താമസമില്ലാതെ തന്നെ ഈ ചരാചരങ്ങളോടുകൂടിയ ത്രിലോകങ്ങളെ ഇന്ദ്ര നിനക്ക് നൽകാം. ഈ സ്തോത്രത്തിൻ്റെ ഫലശ്രുതി കൂടിയിട്ട് ഇവിടെ പറയുകയാണ്. ലളിതാ സ്തവരാജം, ആരാണോ ഭക്തിയോടുകൂടി ഈ സ്തോത്രം കൊണ്ട് സ്തുതിക്കുന്നത് അവരെപ്പോഴും ധർമ്മം, ശ്രീ, കീർത്തി ഇവയ്ക്ക് പാത്രമായിത്തീരും. അവർക്ക് വിദ്യ, വിനയം, ആരോഗ്യം, ദീർഘായുസ് ഇതെല്ലാം ഉണ്ടാവും. പുത്രപൗത്രാദി പരമ്പരകളോടുകൂടി വളരെ പവിത്രമായിട്ടൊരു ദാമ്പത്യം അവർക്ക് നയിക്കാൻ കഴിയും എന്നൊക്കെ ഫലശ്രുതി കൂടി ഇവിടെ പറഞ്ഞു. ഇവിടെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ മനസ്സാണ്, ദേവന്മാർ കർമ്മേന്ദ്രിയങ്ങളാണ്, ജ്ഞാനേന്ദ്രിയങ്ങളും ശരീരത്തിലെ മറ്റനേകം സ്വയംബോധ കേന്ദ്രങ്ങളെയൊക്കെയാണ് ഇവിടെ ഈ ദേവന്മാരെന്ന് വിശേഷിപ്പിക്കുന്നത്. അയുക്തിക കാമം കൊണ്ട്
ആ ഭണ്ഡാസുരൻ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി ഹൃദയസ്ഥയായിട്ടുള്ള ലളിതാ ത്രിപുര സുന്ദരിയെ ഒരു ഉപാസകൻ തൻ്റെ തന്നെ മനസ്സിനെ മുൻനിർത്തി കർമ്മേന്ദ്രിയങ്ങളെ അടക്കി ജ്ഞാനേന്ദ്രിയങ്ങളെ അനേകം കോശങ്ങളാണ് നമുക്കുള്ളത്. ആ കോശ ചൈതന്യങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും ഇതെല്ലാം തന്നെ ഹൃദയസ്ഥയായിട്ട് ലളിതാ പരമേശ്വരിയിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ദേവി പ്രീതിക്കായിട്ട് പ്രാർത്ഥിക്കണം. കാമവും ക്രോധവും ഒക്കെ ആരിലാണോ ആവേശിക്കുന്നത്, ആരിലാണോ ഉൽപ്പന്നമാവുന്നത്, അത് അവരുടെ എല്ലാ അംഗങ്ങളെയും കോശങ്ങളെയും ബാധിക്കുന്നത് പോലെ തന്നെ പരാശക്തിയോടുള്ള തൃഷ്ണയും പൂർണ്ണമായി ആവേശിച്ച അവസ്ഥയിൽ വേണം സ്തുതിക്കുവാൻ, പൂജിക്കുവാൻ. നമ്മൾ ഓരോരുത്തരും നമ്മളുടെ തന്നെ ഉള്ളിലെ ശക്തിയെയാണ്, ലളിതാദേവിയെയാണ് ഉണർത്തേണ്ടത്, പ്രീതിപ്പെടുത്തേണ്ടത്. ഇപ്പോൾ ദേവന്മാർ അവർ പൂജ ചെയ്യവേ, ആരാധിക്കവേ ആ ശരീരബോധത്തെ ഉപേക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞു. മഹാമാംസഹോമം എന്ന് സൂചിപ്പിച്ചു പ്രതീകാത്മകമായിട്ട്. ഇപ്പോൾ ദേവന്മാരും അവർക്ക് സംരക്ഷണം നൽകി ദേവി അതിനായിട്ടൊരു കവചത്തെ നിർമ്മിച്ചു. അത് അറിയുന്നില്ല ആദ്യം. അതേപോലെ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും. നമുക്കുണ്ടാവുന്ന പരിഭ്രാന്തി ദേവി നൽകുന്ന സംരക്ഷണത്തെ അറിയാൻ ശ്രമിക്കുമ്പോൾ കൂടുതൽ ആ പ്രഭാവം നമ്മളിൽ പ്രകാശിക്കാൻ തുടങ്ങും. നമ്മളിലെ ഭണ്ഡാസുരൻ പ്രയോഗിച്ചിരിക്കുന്ന ആയുധങ്ങളൊന്നും, ആ ഭണ്ഡാസുരന്റെ പ്രയോഗം നമ്മളിൽ അധികം പ്രവർത്തിക്കാതെയാവും. ഇപ്രകാരം ഈ ലളിതാസ്തവരാജത്തെ വർണ്ണിച്ചുകൊണ്ടാണ് ലളിതോപാഖ്യാനത്തിലെ 8-ാം അധ്യായത്തെ ഇവിടെ സമർപ്പിക്കുന്നത്. നമസ്കാരം. ശ്രീ മഹാദേവ്യൈ നമഃ.